വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് തലയിലേക്ക് കല്ല് തെറിച്ചു വീണ് മരിച്ച അനന്തുവിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. അനന്തുവിൻ്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി അനന്തു പഠിച്ച കോളേജിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു നല്ല ഡെന്റിസ്റ്റ് ആകേണ്ട കുട്ടിയാണ്. ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നത് സലിം മാലിക്കാണ്. ഉച്ചയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഇതുപോലെ കണ്ടൊരു വലിയ സങ്കട ദൃശ്യം കളമശ്ശേരിയിലാണ്. അവിടെ കോളേജിൽ ആൾത്തിരക്കിൽ അല്ലെങ്കിൽ തള്ളുണ്ടായി മരിച്ചുപോയ ആ കുട്ടികളുടെ സഹപാഠികളുടെ വേദന പോയി കണ്ട് അധികം നാളുകളായിട്ടില്ല. സമാനമായി വീണ്ടും ഒരു വേദന വേറൊരു കോളേജിലെ സഹപാഠികൾക്കുണ്ടാകുന്നു. സലിം മാലിക്കായിരുന്നു. സലിം അനന്ത് മിടുക്കനായ വിദ്യാർത്ഥിയാണ്. 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ്. ആകസ്മികമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആകസ്മിക മരണവുമാണ്. വലിയ വേദന കോളേജിലും നാട്ടിലും ഒക്കെ സ്വാഭാവികമാണ്. സലിം. ഹാഷ്മി, ക്രിസ്റ്റീന, ഉറപ്പായും വലിയ സങ്കടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ അനന്തുവിൻ്റെ ഭൗതിക ശരീരം കാണാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അനന്തുവിൻ്റെ അച്ഛൻ, അദ്ദേഹം വിദേശത്തായിരുന്നു. അവിടെ നിന്ന് ഇവിടേക്ക് വരികയായിരുന്നു. നിറകണ്ണുകളോടെയാണ് വിദ്യാർത്ഥികൾ അനന്തുവിനെ യാത്രയാക്കുന്നത്. ഇന്നലെ ഏകദേശം ഇതേ സമയത്ത് ഇതേ കോളേജിലേക്ക് പുറപ്പെട്ടതായിരുന്നു അനന്തു. 8 മണി സമയമായിരുന്നു. ആ സമയത്താണ് ഈ കോളേജിലേക്ക് വരും വഴി ആകസ്മികമായി പാറക്കല്ല് ടിപ്പറിൽ നിന്നും പാറക്കല്ല് തെറിച്ച് വീണ് അനന്തുവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം ഈ കോളേജിലേക്ക് വളരെ ഉല്ലാസവാനായി ഇവിടേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്ന അനന്തു ചേതനയേറ്റ ശരീരമായാണ് ഈ കോളേജിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാഴ്ച. ഇന്നലെ വൈകുന്നേരം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഈ ആശുപത്രിയിലേക്ക്, നിംസ് ആശുപത്രിയിലേക്ക് അനന്തുവിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് 8 മണിക്കാണ് ഈ പൊതുദർശനം ആരംഭിക്കുക എന്ന് പറഞ്ഞെങ്കിലും അതിനു മുൻപേ തന്നെ വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയതിനാൽ അതിന് വളരെ നേരത്തെ തന്നെ ഈ പൊതുദർശനം ഇവിടെ ആരംഭിച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ ഇവിടെ നിന്നും അനന്തുവിൻ്റെ വീട്ടിലേക്ക്, വിഴിഞ്ഞത്തെ മുക്കോലയിലെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക. വിഴിഞ്ഞത്തെ മുക്കോലയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അനന്തുവിനെ ഇവിടേക്ക് എത്തിച്ച് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട, പകരം ഞങ്ങളുടെ വിദ്യാർത്ഥിയാണ്, ഞങ്ങളുടെ ആശുപത്രിയുടെ ആംബുലൻസിൽ കൊണ്ടുപോകാമെന്നൊരു നിലപാട് ഇവിടുത്തെ മാനേജ്മെന്റ് എടുത്തു. അങ്ങനെ അവരുടെ നിംസിന്റെ തന്നെ ആംബുലൻസിലാണ് അനന്തുവിനെ ഇവിടെ നിന്ന് മുക്കോലയിലേക്ക് കൊണ്ടുപോവുക. വിദ്യാർത്ഥികൾ വളരെ നിറകണ്ണുകളോടെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അനന്തുവിനെ യാത്ര അയക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഈ മൃതദേഹം എടുക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം വിഴിഞ്ഞത്ത് മുക്കോലയിൽ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. 11 മണിയോടുകൂടി അവിടെ നിന്ന് ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശ്വാസപരമായ ഭാഗത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഉച്ചയ്ക്ക് എന്നുള്ളത് മാറ്റി 11 മണിയോടുകൂടി തന്നെ മൃതദേഹം സംസ്കരിക്കുക എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ അമ്മ മാത്രമായിരുന്നു ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്, ഈ വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ വിദേശത്തായിരുന്നു, സഹോദരി മറ്റൊരു ജില്ലയിലായിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ നിലയിൽ ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്നത് എന്നുള്ളത് കൂടി പ്രസക്തമാണ്. കാരണം ഇതേ സമയത്ത്, ഈ പൊതുദർശനം നടക്കുന്നതിൻ്റെ ഇതേ സമയത്ത് തന്നെ വിഴിഞ്ഞത്ത് തുറമുഖത്തിൻ്റെ ഗേറ്റിൽ, അവിടെ സമര ഗേറ്റിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഈ അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ കർശന നടപടി സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ വിഴിഞ്ഞത്ത് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം ആ മേഖലയിൽ ഒരു പ്രതിഷേധം നടക്കും. മാത്രമല്ല, അതിന് തൊട്ടു മുൻപ് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഗതാഗത മന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ട് ഈ മരണം സംഭവിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ RTOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുന്നതിനനുസരിച്ച് നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അശ്രദ്ധമായ വാഹനം ഓടിക്കലിലൂടെ, അശ്രദ്ധമായ ഒരു ഡ്രൈവറുടെ ശ്രദ്ധക്കുറവിലൂടെ പൊലിഞ്ഞു പോയിരിക്കുന്നത് വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. ഈ ക്യാമ്പസിൽ വളരെ സജീവമായി കാര്യങ്ങളിൽ ഇടപെട്ട് മിടുക്കനായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി അനന്തു എന്ന വിദ്യാർത്ഥി. സജീവമായി ഒരു ക്യാമ്പസിൽ നിന്ന ഒരു വിദ്യാർത്ഥി അതേ ക്യാമ്പസിന് അടുത്തടത്തിൽ പെട്ടെന്നൊരു നാൾ ഓണേ ഫൈൻ മോർണിംഗ് എന്നൊക്കെ പറയില്ലേ, ഫൈനല്ല, ഓണേ മോർണിംഗ് അങ്ങനെ നിശ്ചേതനായി കിടക്കുന്നു എന്നുള്ളത് വലിയ വേദനയും സങ്കടവും ഉണ്ടാക്കുന്ന സഹപാഠികൾക്ക്, അവരുടെ ടീച്ചർ, അവരുടെ ടീച്ചർമാർക്ക്, രക്ഷിതാക്കൾക്കൊക്കെ വലിയ സമാനതകളില്ലാത്ത വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്.